ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ വയനാട് മുട്ടിലെ തീങ്ങാനയിൽ വെച്ച് നടക്കുന്ന സ്ത്രീധനരഹിത വിവാഹത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം പുറമേ ഉള്ള ആരെങ്കിലുമൊക്കെ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിലൂടെ അവിടെ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബ് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. അങ്ങനെ രാവിലത്തെ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നേരത്തെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ പോവണം. അതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ എവിടെ പോവുകയാണെങ്കിലും രാവിലെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് കേട്ടോ പോവുള്ളൂ. കുറേയൊന്നും കഴിക്കാൻ കഴിയില്ലെങ്കിലും ഒന്നോ രണ്ടോ നമ്മുടെ വയറിൻ്റെ വിശപ്പ് ഒതുക്കാൻ മാത്രമുള്ളത് ഞങ്ങളും കഴിക്കും. നമ്മുടെ സക്കിയക്കുട്ടീനെയും കഴിപ്പിച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങലുള്ളൂ. അപ്പോൾ ഇന്നിപ്പം ഇവിടുന്ന് രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് കല്യാണത്തിന് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ രാത്രി അരി വെള്ളത്തിലിട്ട് വെച്ച് അതൊക്കെ അരച്ച് രാവിലെ പെട്ടെന്നുള്ള നമ്മുടെ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് കറിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കി നിൽക്കുന്നൊന്നുമില്ല. ഇത് ചായൻ്റെ കൂടെ കൂട്ടി അങ്ങനെ കഴിക്കാനാണ് പ്ലാനിങ്. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മുടെ ബാക്കി പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് കല്യാണത്തിന് പോകണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം കൂടുതലായിട്ട് ഇവിടുത്തെ വീഡിയോ ഒന്നും പിന്നെ എടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു ഇൻട്രോക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചായകുടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് നേരത്തെ തന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരുങ്ങി ഇറങ്ങി ഞാനും ഉമ്മച്ചിയും സക്കിയക്കുട്ടിയാണ് കേട്ടോ ഇവിടുന്ന് കല്യാണത്തിന് പോണത്. സക്കിയക്കുട്ടിയും ഉമ്മച്ചിയും ഇപ്പം അതാ മുന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ സക്കിയക്കുട്ടി കല്യാണത്തിന് പോകാനുള്ള ഒരു ഉഷാറിലാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ ഇപ്പം രാവിലെ ഏകദേശം 9 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. മഞ്ഞൊന്നും ഒട്ടും തന്നെ പോയിട്ടില്ല. നല്ല തണുപ്പും കൂടെ ഉണ്ട്. അപ്പം എല്ലാവരും പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഉമ്മച്ചീൻ്റെ ആങ്ങളേൻ്റെ മോൻ്റെ കല്യാണം കൂടെ ഈ ഒരു വിവാഹ സംഗമത്തിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും പോണത്. അപ്പം ഒരു ഫാമിലിയിൽ നിന്ന് 30 പേരോ മറ്റോ അങ്ങനെ എന്തോ ആണ് കണക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയുള്ള വണ്ടി ഇവിടെ വെയിറ്റിങ്ങിലാണ്. നമ്മുടെ ഇതുപോലെയുള്ള ഒരു 2-3 കാറിലായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ആളുകൾ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വണ്ടിയിൽ ഉമ്മച്ചീൻ്റെ അനിയത്തീൻ്റെ ഫാമിലിയും ഞങ്ങളുമാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഉമ്മച്ചീൻ്റെ അനിയത്തീൻ്റെ മോൻ തന്നെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നതും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഏകദേശം ഇതാ കൈനാട്ടി എന്ന് പറയുന്ന സ്ഥലം എത്താനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വയനാട് യത്തീംഖാന വിവാഹ സംഗമത്തെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2005 മുതൽ തന്നെ വലിയ ആഘോഷത്തോടു കൂടിയാണ് കേട്ടോ ഇവിടെ വിവാഹ സംഗമം നടക്കാറുള്ളത്. ഒരുപാട് യത്തീം മക്കൾക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് ജീവിതം ഉണ്ടാക്കിക്കൊടുത്ത ഒരു വിവാഹ സംഗമം കൂടിയാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികളായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ നടത്താറുള്ളത്. അപ്പോൾ അതിന് ഈ വർഷം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യത്തീംഖാനയുടെ നെടുംതൂണും അതുപോലെ തന്നെ വിവാഹ സംഗമത്തിൻ്റെയൊക്കെ മുഖ്യ കാര്യദർശിയായ ജമാൽ സാഹിബ് അവർകൾ അത് യത്തീംഖാന മക്കളുടെ സ്വന്തം ജമാലുപ്പ എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അദ്ദേഹം മരണപ്പെട്ടിട്ട് 40 ദിവസം പോലും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ നടത്തുന്ന സമയത്ത് തന്നെ കുട്ടികളുടെ വിവാഹം നടത്തണം എന്നുള്ള ഒരു കാര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ഈ ഒരു പരിപാടി ഇവർ നടത്തുന്നത്. അപ്പം വലിയ ആർഭാടമോ ആഘോഷമോ ഒന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ വിവാഹ സംഗമമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുട്ടിൽ ഓർഫനേജിൻ്റെ അടുത്ത് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. സ്ത്രീധനരഹിത വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതാ യത്തീംഖാനയുടെ അടുത്തേക്ക് അങ്ങനെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ആങ്ങളേൻ്റെ വൈഫൊക്കെ ചെറിയ ആങ്ങളേൻ്റെ വൈഫൊക്കെ യത്തീംഖാനയിലാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ മുന്നിൽ തന്നെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകളൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം കൂടുതലും സ്ത്രീകളായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ നിന്നൊന്നും വല്ലാതെ വീഡിയോ എടുക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വീഡിയോയിൽ ഇങ്ങനെ എന്താ പറയുക യൂട്യൂബിലൊക്കെ ഇടുമ്പം ഇടങ്ങേറുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് ഞാൻ കുറേ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ
അതാ സ്ത്രീധനരഹിത വിവാഹ സംഗമം എന്നുള്ള ആ ബോർഡ് വെച്ച അതിലൂടെയാണ് പിന്നെ ആണുങ്ങൾ പോണത്. പിന്നെ നമ്മൾ സ്ത്രീകൾക്കായിട്ട് വേറൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ വന്ന് പിന്നെ ഇതാ നമ്മൾ വരുന്നവരുടെ പേരും നമ്പറൊക്കെ എഴുതിയിട്ട് ആ ഒരു ബോക്സിൽ ഇടണം. എത്ര പേര് വന്ന് എന്നുള്ള ചെറിയൊരു കണക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവിടുന്ന് തന്നെ ആ ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് ചായയൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ ഇതാ നമ്മൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തും അകത്തൊക്കെ ആയിട്ട് ഈ ഹാളിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കസേരകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ്. പിന്നെ ആണുങ്ങളുടെ ആ ഒരു ഭാഗത്തുള്ള നമുക്ക് സ്ക്രീനിലൂടെ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഇരിക്കാൻ സ്ഥലം കിട്ടൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഹാളിലൊക്കെ കയറി കസേരയൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെക്കൻ്റെ കൂടെയോ പെണ്ണിൻ്റെ കൂടെയൊക്കെ വന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അറിയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല അടിപൊളി പത്തിരിയും നൈസ് പത്തിരിയും അതുപോലെ തന്നെ കടലക്കറിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടിക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അവളൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ടോയ്ലറ്റും തിരഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു കാര്യം കൂടെ കഴിഞ്ഞിട്ട് വേണം അവിടെ ഒതുങ്ങിയിരിക്കാൻ എന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടീനെയൊക്കെ കൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനൊരു 10 വട്ടെങ്കിലും ടോയ്ലറ്റ് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തോടെ ഇരുന്ന് കല്യാണം കാണാമല്ലോ എന്നും പറഞ്ഞിട്ട് ടോയ്ലറ്റും തിരഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ നിസ്കരിക്കാനുള്ള ഒരു പള്ളി ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ പെൺകുട്ടികളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതാ കുട്ടികൾക്ക് കളിക്കാനുള്ള അടിപൊളി പാർക്കും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഓർഫനേജിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ കുട്ടിക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല വിഭവം സച്ചരിതയായ ഒരു സ്ത്രീയെ ഭാര്യയായി കിട്ടുക എന്നുള്ളതുമാണെന്ന് നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ സച്ചരിതയായ ഒരു ഭാര്യയെ കുറിച്ച് പറയുന്നത് പുരുഷൻ ഭർത്താവ് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ആ ആജ്ഞകൾ അനുസരിക്കുന്ന, തന്റെ അസാന്നിധ്യത്തിൽ തന്റെ സമ്പത്തും അവളുടെ ശാരീരിക വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്നവളാണ് അത്തരത്തിലുള്ള ഒരു സ്ത്രീ എന്ന് വിശേഷിക്കപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ഒരു സച്ചരിതയായ സ്ത്രീയായി മാറാൻ നമുക്ക് കഴിയുന്നുവോ എന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. പുരുഷൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തിരിക്കുന്ന ഭാര്യമാരായി നമ്മൾ മാറരുത്. അവരുടെ പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം. അവരുടെ നമ്പളങ്ങളെ കുറിച്ച് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പരസ്പരം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്ന ദമ്പതികളായി നമുക്ക് മാറാൻ കഴിയണം. അവന്റെ അസാന്നിധ്യത്തിൽ അവന്റെ സമ്പത്ത് കാത്തു സൂക്ഷിക്കുന്നതിന് എത്രമാത്രം സൂക്ഷ്മതയാണ് നാം പുലർത്തുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 2 കുട്ടികളുടെ കല്യാണം കൂടെ ഈ ഒരു വിവാഹ സംഗമത്തിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ താലികെട്ടലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള മുസ്ലിം മണവാട്ടി കുട്ടികളെ ഇതാ ഒരുക്കി ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് സ്റ്റേജിലേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് തിരക്കാവുന്നതിന് മുമ്പ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫും അച്ചാറും ചള്ളാസൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നെയ്ച്ചോറ് കഴിക്കാത്തവർക്ക് വെറുംചോറും അതിലേക്കുള്ള കറിയും ഉപ്പേരിയും പപ്പടമൊക്കെ ആയിട്ട് അതും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പന്തലിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ക്യൂ നിന്ന് വാങ്ങി എവിടെയാണോ സ്ഥലം കിട്ടുന്നത് അവിടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ വർഷവും അവിടെ ഒന്നും നിന്ന് തിരിയാൻ പോലുള്ള സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിത്തിരുകി നമ്മൾ ഫുഡൊക്കെ വാങ്ങി കഴിക്കലാണ് ചെയ്യുക. ഈ വർഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അധികം ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ വലിയതായിട്ടുള്ള ഒരു തിക്കോ തിരക്കോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ. അപ്പോൾ അതാ നമ്മുടെ നിക്കാഹും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മണവാട്ടിമാരെയും നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം മണവാട്ടികളെയും മണവാളന്മാരെയൊക്കെ ഒന്നിച്ച് ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആണുങ്ങൾ ഉള്ള ഒരു സ്റ്റേജ്, അവിടേക്ക് എല്ലാവരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവർ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം മൊത്തം 19 പേരുടെ കല്യാണമാണ് തോന്നുന്നു ഈ വർഷം നടന്നിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ മണവാളിനൊക്കെ അതാ അവിടെ മുടിയിൽ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ലാസ്റ്റ് കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവരെ ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ കൊടുക്കുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എന്താ ഡ്രോൺ അങ്ങനെ അതിലിങ്ങനെ പറക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെയാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിൽ പെട്ടിട്ടുണ്ടാവില്ലേ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ മണവാളിനും മണവാട്ടിയും സ്റ്റേജിന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാനിത് യൂട്യൂബിലേക്ക് ഒരു ഹായ് പറയുന്നൊക്കെ പറഞ്ഞപ്പോൾ മണവാളൻ തിരക്കിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മണവാളിൻ്റെ പെങ്ങളൊന്ന് തട്ടി വിളിച്ച് അവനൊന്ന് ഉണർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മണവാളിനും മണവാട്ടിയും എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഇവർ സൈഡിൽ വന്നിരുന്നിട്ട് മഹറൊക്കെ കെട്ടുകയാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യവും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ വർഷത്തെ ഒരു സാഹചര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കല്യാണ പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വയനാട് മുട്ടിൽ യത്തീംഖാനയുടെ ഒരു ഫുള്ളായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രസമുണ്ടില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വർഷത്തെ വിവാഹ സംഗമവും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. എന്നാൽ ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.